പ്രതിഭേട്ടൻ്റെ കൂടെ നമ്മളെ ഓണത്തിന് എനിക്ക് തോന്നുന്നത് 4-ാം ഭാഗം പോലെയാണ് 5-ാം ഭാഗം പോലെയാണ് ഒരു 3-4 ഭാഗം ഞാൻ ഉണ്ടായിരുന്നു. അതെ അതെ. ഞങ്ങളുടെ എല്ലാം ഒരു ജ്യേഷ്ഠനായിരുന്നു പ്രതിഭേട്ടൻ. അതെ 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 അല്ലേ? പ്രതിഭേട്ടൻ വേണ്ട, അങ്ങനെയല്ലടാ, അങ്ങനെ പാടണ്ട, നീ ആ വരി വേണ്ടടാ. വളരെ ആ എഴുത്തിലും എല്ലാം ഒരു എഡിറ്ററെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹിറ്റായ ഓണത്തിലേക്ക് ഒരുപാട് 8-ാം ഭാഗത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അല്ല ഇപ്പോഴും പ്രതിഭയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു എഴുത്തുകൾക്കും പാട്ടുകൾക്കും വരികൾക്കും ഒക്കെ. അതെന്ന് വെച്ചാൽ ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾ എന്നെ കുറെ അംഗീകരിച്ചു തന്നിട്ടുണ്ട്. മീറ്റർ കറക്റ്റ് ആക്കുക. ചില സാധനങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ അത് ആ പാട്ടിന്റെ മീറ്ററുമായിട്ട് ഒക്കാത്തത് വരുമ്പോൾ നമുക്ക് അങ്ങനെയല്ല, അതിന് പറ്റിയ വേറൊരു വാക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നതും ഒക്കെ ഇതാണ്. പാരഡിയുടെ 1-2 ശലകങ്ങൾ അല്ലേ? ശലഭെന്ന് പറയാത്ത ഭാഗ്യം. അതെ, അതിൽ ശരിക്കും പറയാം പാരഡി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. കാരണം ഒരു പാട്ടിൻ്റെ തന്നെ 5-6 വേർഷൻസ് പാടും. അതായത് ഈ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ ഓടി പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുകാരൻ. അയ്യോ, ശരിക്കും ഭയങ്കര ഒരു അവസ്ഥയായിരുന്നല്ലോ ശരിക്കും അത്. അതായത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പല പാട്ടുകളും ഓർമ്മ വരില്ല, പക്ഷെ റെയറായിട്ടുള്ള ചില സംഭവങ്ങൾ വരുന്നത് മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അതാണ് 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം. അത് നമ്മൾ കുട്ടികച്ചേർത്തിൽ എഴുതിയല്ലേ അല്ലേ? പിന്നെ കോമൺ ആയിട്ട് 10-ന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. അത് ഞാനും പ്രതിഭേട്ടനും കൂടെ ഒന്നും പാടി. നീ ഗുണ്ട നിനക്കിനി ഗോതമ്പുണ്ട അല്ലേ? പിന്നെ പോലീസുകാരോട് വേല ഇറക്കിയല്ലാത്തിക്ക് കുത്തുമെടാ, സത്യം പറഞ്ഞില്ലേ ബെഞ്ചക്കിടത്തിട്ട് നിന്നെ ഉരുട്ടുമെടാ, SI വന്നടാ നോക്കടാ തോപ്പിതേ ഊരണ നിന്റെ ബോധം പോകുമെടാ, കാറ്റു പോകുമെടാ. പോലീസ് അത് നല്ല പരിപാടിയായിരുന്നു. എത്ര പാട്ടുകൾ പാടിയേക്കുന്നത്. അതെ 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 അതെ. ഈ മിമിക്രിക്കാരായിട്ട് പ്രതിവട്ടം പറഞ്ഞു ഞാനൊരു മിമിക്രിക്കാരൻ തന്നെയാന്ന് പറഞ്ഞു. അതൊക്കെയാണ് സുഹൃത്തുക്കളുള്ളത്, സുഹൃത്ത് ബന്ധം ആദ്യകാലത്തെ. ഞങ്ങൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാനും രമേശും അരവിന്ദാക്ഷകുറുപ്പുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, അവരുടെ മേഖലയാണ് ശരിക്കും മിമിക്രിയും സംഭവങ്ങളും, പക്ഷെ അവരെന്നെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കൂടെ കൂട്ടിയിട്ട് നീയും കൂടി വാടാം, നമുക്ക് മറ്റേ സ്ക്രിപ്റ്റ് എഴുതാം. അങ്ങനെ ഞങ്ങൾ 3 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഭയങ്കര സെറ്റപ്പായിട്ട് സിനിമ എഴുതാനുള്ള ശ്രമങ്ങൾ. അതെ അതെ അതെ. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പോൾ രസഗുള എന്ന് പറഞ്ഞ ജീവൻ ടി വിയിൽ ഉണ്ടായിരുന്നത്. ജീവൻ ടി വിയിലെ ഒരു നമ്പർ 1 ക്ലാസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു രസഗുള എന്ന് പറയുന്നത്. കുറച്ച് അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഞങ്ങളാണ്. ഞാനുണ്ട്, രമേശുണ്ട്, അരവിന്ദാക്ഷകുറുപ്പുണ്ട്, സാജു കുടിയനുണ്ട്. കഥാപ്രസംഗത്തിന്റെ പാറ്റേണിലൊരു സാധനം ചെയ്തിട്ട്. അതെ അതെ. അല്ല പ്രതിഭേട്ടനെ പറ്റും. കാരണം പ്രതിഭേട്ടൻ കോമഡി സെൻസ് ഉള്ള ഒരാളാണ്. എഴുത്തിലാണെങ്കിലും പാട്ടിലാണെങ്കിലും ഒക്കെ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇനി പ്രോഗ്രാമുകൾക്ക് പാട്ട് പാടിയിട്ട് ഒന്നുകൂടി പാടണം, ഒന്നുകൂടി പാടണം, അങ്ങനെ പാടി ശരിയാക്കിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ അനുഭവം. അതിനേക്കാൾ രസമുള്ള വേറെ അനുഭവങ്ങളുണ്ടല്ലോ. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കൊച്ചിൻ വോക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പിലുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഗാനമേള ട്രൂപ്പിൽ പോകുമ്പോൾ ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. ചാലക്കുടിയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ മിമിക്രി ചെയ്യേണ്ടത് നമ്മുടെ സാജൻ പള്ളുരുത്തിയും ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പോൾ സാജൻ പള്ളുരുത്തി പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ആലുവയിലൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പം നിങ്ങൾ ഡബിളും ത്രിബിളും ഒക്കെയാണ് അവൻ്റെ പരിപാടി. അപ്പോൾ ആലുവയിലൊരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം 7 മണിക്ക് കഴിയും. 7 മണിക്ക് കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്തുന്ന സമയം, അപ്പോഴേക്കും നിങ്ങൾ ഗാനമേളയുടെ പകുതിയാവും. ഗാനമേളയുടെ പകുതി എത്തും, അപ്പോഴേക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യും. പകുതിക്ക് പിന്നെ മിമിക്രി, ഇൻ്റർവെല്ലിന് മിമിക്രി സംഭവം. അപ്പോൾ ഓക്കെ, സംഗതി ശരിയാണല്ലോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഗതി ചെന്നു. ഗാനമേള തുടങ്ങുന്നു, ഗാനമേള പകുതിയാവുന്നു, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിൻ്റെ സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. ഗാനമേളയുടെ അവസാനത്തെ ആയുധവും എടുത്ത് പയറ്റി തീർന്നു. അതായത് ഇനിയിപ്പോൾ അവനാഴിയിൽ അമ്പൊന്നുമില്ല, പാട്ടില്ല, അതെ, ഇത് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഗാനമേള വേദിയിൽ ഇന്നിവിടെ നമുക്ക് മിമിക്രി അവതരിപ്പിക്കേണ്ടത് സാജൻ പള്ളുരുത്തിയും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനം ഇടയ്ക്ക്
ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയും ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് സാജൻ പള്ളുരുത്തിയും ടീമും കൂടി മറയാൻ പൊക്കി ഇങ്ങനെ വന്നു. അടിപൊളി, അത് കൊള്ളാം. ആ വാഹനം അപ്പൊ കണ്ടു ആക്സിഡന്റ് ആയെങ്കിലും എന്ന് പറഞ്ഞു. അല്ല, അതൊന്നും തിരുത്താൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും കുറേ ആളുകൾ, നല്ല സ്വഭാവമുള്ള കുറേ ആളുകൾ കയറി വന്നു. അവർ വന്നിട്ട് ആ മൊറോക്കോസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അനൗൺസ് ചെയ്തത് ഞാനാണല്ലോ. എൻ്റെ പക്കിൻ്റെ കുത്തി എന്നിട്ട് അപ്പൊ സാജൻ പള്ളുരുത്തി കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് എനിക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്നേഹം എനിക്ക് ഇപ്പോഴും സാജനോടുണ്ട്. അന്നത്തെ ആ ഒരു ഈ പ്ലാനിങ് ഒക്കെ ചെയ്യും നമ്മള്. കറക്റ്റ് 7 മണിക്ക് ഇവിടെ തുടങ്ങുന്നു, ഞാൻ ഓടി 1 മണിക്കൂർ ഷോ കഴിഞ്ഞിട്ട് 8:15 നമ്മൾ സ്റ്റേജ്. ഈ പ്ലാനിങ് എല്ലാം ഇന്ന് വരെ കൃത്യമായിട്ട് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. ഞാൻ കൊല്ലത്ത് പിന്നെ കോറസിന്റെ പരിപാടിക്ക് പോയി. അന്ന് ഞാൻ കോറസിന്റെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സിംഗറാണ് ആ സമയത്ത്. പീറ്റർ ഏട്ടന്റെ കോറസ്. പീറ്റർ ഏട്ടന് എയറിൽ നിൽക്കണ കണ്ടിട്ടുണ്ട് ഞാൻ. എയറിൽ നിൽക്കുന്നത് കാരണം വെച്ചാൽ പീറ്റർ ഏട്ടൻ 2 പരിപാടി പിടിച്ചു. ഒരു പരിപാടി തുടങ്ങാൻ താമസിച്ചു. അപ്പോൾ ബാക്കി പരിപാടി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പുറത്ത് നാടകം തീരാൻ പോണു. പിന്നെ അവസാനം എന്താണെന്ന് വെച്ചാൽ വെളുപ്പിന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പാല് മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഗാനമേള പാടിക്കൊണ്ടിരിക്കുക. അതായത് 7:30 മണിക്ക് രാവിലെ 7:00. അതേടപ്പ